മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കും അവനുടെ നാട്ടിൽ, എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു വേഗം കാൺമാൻ, മൽപ്രേമ കാന്തനെ കാൺമാൻ. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാൺമാൻ, മൽപ്രേമ കാന്തനെ കാൺമാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ കേട്ട വചനം, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. വീട് പണി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വീട്? ആരാണ് പണിതുകൊണ്ടിരുന്നവര്? എന്താണ് തള്ളിക്കളഞ്ഞ കല്ല്? ഇതൊക്കെയും നമ്മൾ പഠിക്കുമ്പോൾ, വീട് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗൃഹമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലും ആക്കി തീർക്കുമാറാകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അതായത് ലേയെക്കുറിച്ചും റാഹേലിനെ കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് രൂത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്. റാഹേലും ലേയും കൂടിയാണ് ഇസ്രായേൽ ഗൃഹത്തിന്റെ പണി ചെയ്തത് ആദ്യമായിട്ട്. കാരണം 12 മക്കളെ പ്രസവിക്കാനും കൈവശമാക്കുവാനും ഇടയായി തീർന്നത് ഇവർ രണ്ടുപേരും അവരുടെ ദാസിമാരും കൂടിയാണ്. അപ്പോ ഭവനത്തിന്റെ പണി എന്ന് പറയുന്നത് ഇസ്രായേൽ ഗൃഹത്തിന്റെ പണിയാണ്. രണ്ടാമത് പണിയുന്നത് ആരാണ്? അത് ഇസ്രായേൽ ജനമാണ് ഈ ഗൃഹം പണിയേണ്ടത്. മൂലക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? മൂലക്കല്ല് എന്ന് പറയുന്നത് ബിൽഡിംഗ് മുഴുവൻ നിൽക്കുന്നത് അതിനെ ആധാരമാക്കിയിട്ടാണ്. നല്ലൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിന്റെ മൂലക്കല്ല് മാറ്റിയാൽ ആ കെട്ടിടത്തിന് ഇടിവ് സംഭവിക്കും. ഇതുപോലെ ക്രിസ്തുയേശുവിനെ ഒഴിവാക്കിയാൽ ഒരു ഭവനത്തിന്റെ പണി, ആത്മീയ ഭവനത്തിന്റെ പണി നടക്കുകയില്ല, അതിന് ഇടിവ് വരും. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി ഈ ഭവനം പണിയുന്നത്? ഒരു കാര്യം നമുക്കറിയാം, ഇസ്രായേൽ ജനം മൂലക്കല്ലായിട്ട് യേശുവിനെ അംഗീകരിച്ചില്ല. അതായിരുന്നു യഥാർത്ഥത്തിൽ മൂലക്കല്ല്. അതിനെ അംഗീകരിക്കാതെ അതിനെ തള്ളിക്കളഞ്ഞു. അത് ജാതികളായ മനുഷ്യർക്ക് കിട്ടിയപ്പോൾ, അതായത് നമ്മളെപ്പോലെയുള്ളവർക്ക് കിട്ടിയപ്പോൾ, നമ്മളത് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ അത് മൂലക്കല്ലായി തീർന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാവുന്നു. യഥാർത്ഥത്തിൽ ഈ ഭവനത്തിന്റെ പണി എന്ന് പറയുന്നത് മനുഷ്യരുടെ ഓരോരുത്തരുമാകുന്നു. അതിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തു ആകുന്നു. എങ്ങനെ അത് ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം തന്നെ വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വരുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വരുന്നു. ആരിലുള്ള വിശ്വാസത്താൽ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ ദൈവാധികാരം കൊടുത്തു. അവന്റെ നാമത്തിലുള്ള വിശ്വാസമാണ് മൂലക്കല്ലായി ഒരുവൻ പ്രാപിക്കാനുള്ള കാരണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ലോകത്തിൽ എത്ര പേരുടെ ഹൃദയത്തിൽ ഈ മൂലക്കല്ലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഗ്രഹിക്കേണ്ട ഒരു കാര്യം. കാരണം ഇത് വിശ്വാസത്താലേ ഉള്ളിൽ വരുള്ളൂ. എവിടെയുള്ള വിശ്വാസത്താൽ? ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഈ മൂലക്കല്ല് ഹൃദയത്തിൽ വരുള്ളൂ. ഈ മൂലക്കല്ല് ഇടേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്തിൽ
ശുശ്രൂഷകരുടെ ഇടയിൽ എങ്ങനെ ലക്ഷ്യബോധമുള്ള ശുശ്രൂഷകരുടെ ഇടയിൽ, അതായത് ഞാൻ ഒരു വലിയൊരു കെട്ടിടത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബിൽഡിങ്ങിന് അതിന്റെ ഉദ്ഘാടനത്തിന് ഇതിനെ ആരംഭിക്കുമ്പോൾ അടിസ്ഥാന കല്ലിടാനായിട്ട് നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകരെയൊക്കെ വിളിച്ച് അവരെ മാനിച്ച് അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് നമ്മളിതിന് തറക്കല്ലിട്ടു. അപ്പൊ ഈ തറക്കല്ലിട്ടപ്പോ ആ ഇടുന്ന ആളുടെ മനസ്ഥിതി എന്തായിരിക്കും? ഇതിനി ഇന്നോ നാളെയോ എത്രയോ വർഷം കഴിഞ്ഞിട്ടോ കാലങ്ങളോ കഴിഞ്ഞിട്ടോ ഇത് മാറിപ്പോവില്ല. ഈ കെട്ടിടം കാണുമ്പോഴെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതാരാ തറക്കല്ലിട്ടതാരാ, ആരംഭിച്ചത് എങ്ങനെയാ, ഇന്നയാളാണ് പ്രാർത്ഥിച്ചതിന് തറക്കല്ലിട്ടത് എന്ന് പറയുന്നത് പോലെ മൂലക്കല്ലിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് ഇടുന്നവന് അതിന് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അവന് ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠതയുണ്ട്. ഇതാണ് ഈ അടിസ്ഥാനം ഇടുന്നവൻ എന്ന് പറയുന്നത്. ഇതാണ് എല്ലാവർക്കും ആ ശുശ്രൂഷ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ മറ്റൊരുത്തന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് കർത്താവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്ത് ഞാൻ ഇത് പ്രസംഗിക്കാൻ പോകാറില്ല. ഇന്നത്തെ ലോകത്തിലെ പ്രസംഗം മുഴുവനും എങ്ങനെയാ? എല്ലാവരും വിശ്വസിച്ച് കാലങ്ങളായിട്ട് വിശ്വാസിയായിരുന്ന് അവരും അവരുടെ തലമുറയൊക്കെ വിശ്വാസിയായിരുന്ന സ്ഥലത്ത് ചെന്നിട്ടാണ് അവരെ എങ്ങനെയെങ്കിലും തോട്ടിക്കൊണ്ട് പോരാൻ നോക്കുന്നത്. അതെല്ലാം വല്ലാത്ത വേലകളാണ്, ആകാത്ത വേലക്കാരാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ഇവിടെ ഈ ദേശത്ത് വരിക, ഈ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ പറ്റുക. ഏറ്റവും ആദ്യം തന്നെ ഇവിടെ ഒന്ന് നടന്ന് പരിശോധിക്കും. ഓരോ വ്യക്തികൾ ഇപ്പൊ ഇത് കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവരുടെ അടുത്തൊക്കെ ചെല്ലും. വിശ്വാസിയാണോ? അതെ. ആ, എത്ര നാളായി? ഇത്ര വർഷമായി. വർഷങ്ങളായി. അപ്പൊ കർത്താവിനെ കുറിച്ച് കർത്താവിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഇത്രയും വർഷമായിട്ട് കർത്താവിനെ കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അങ്ങനെ കർത്താവ് എല്ലാം പഠിച്ചിരിക്കണം, പാസ്സായിരിക്കണം. അപ്പോ ക്രിസ്തുയേശുവിന്റെ നാമത്തെക്കുറിച്ചും നാമത്തെക്കുറിച്ച് തന്നെ അല്ല, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴല്ലേ നമ്മള് ദൈവമക്കളായി തീരണേ. അങ്ങനെ എഴുതിയേക്കണേ, അങ്ങനെ എഴുതിയേക്കണേ. നാമത്തിൽ വിശ്വസിക്കണേ. നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്നപ്പോഴാണ് ഈ നാമം എന്ന് പറയണതല്ലാതെ കർത്താവിന്റെ നാമം വെളിപ്പെട്ടിട്ടില്ല. നാമത്തെ കുറിച്ച് അറിയുക. കർത്താവിന്റെ നാമം എന്താണെന്ന് ഈ കർത്താവിന്റെ നാമവും ഏകസത്യ ദൈവമായിട്ടുള്ള ബന്ധമൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ വചനം പറയുന്നത് റോമാലേഖനം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവർക്ക് അടിസ്ഥാനമില്ല. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത അവർക്ക് പാരമ്പര്യം പറയുണ്ടാവും. അപ്പന്റെ വല്യപ്പന് ആയിട്ട് അവരുടെ തലമുറയായിട്ട് ഞങ്ങൾ വിശ്വാസത്തിലാ, കർത്താവിന്റെ നാമത്തിൽ തന്നെയാ. അപ്പൊ എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും പൗലോസ് പോവില്ല. ഒരു ശ്രദ്ധയോടെ നോക്കിയിട്ട് ശേഷം ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് കണ്ടാൽ അവിടെ നിൽക്കും. നിന്നതിന് ശേഷം ഇവരുടെ ഹൃദയത്തിൽ ഇത് എങ്ങനെയെങ്കിലും കടത്തി അടിസ്ഥാനം ഇടാൻ. അപ്പോ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ ആരാ? അപ്പോസ്തലനായ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്നത്, കൊരിന്ത്യർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പറയാണ്, ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അതായത് പ്രധാന ശില്പി എന്നുള്ള ഒരു പേര് കിട്ടും. പ്രധാന ശില്പി ആരാ? ക്രിസ്തുയേശുവാ. ആ ക്രിസ്തുയേശുവിന് പകരം ശില്പിയായി ഇവൻ അടിസ്ഥാനം ഇടുന്നവൻ എന്നുള്ള ഒരു പേര് കിട്ടും. അത് ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തെക്കുറിച്ച് ഒരാൾക്ക് യഥാർത്ഥത്തിൽ പഠിച്ചും പഠിപ്പിച്ചും അവരെ അത് ഗ്രഹിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിന്റെ തിരുനാമത്തിൽ നമ്മൾ ഈ കാര്യം ഒരാളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പവിത്രമായ ഒരു വേലയാണ്. ആ വേല ഒരിക്കലും ചെറുതായി കാണുകയോ അത് ഒരിക്കലും നമ്മൾ അറിയാതിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തെക്കുറിച്ച് അറിവുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം ആ അറിവ് ഇല്ല എങ്കിൽ അത് അവർക്ക് അറിയിച്ചു കൊടുത്ത് അടിസ്ഥാനം ഇടും എന്നർത്ഥം. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അടിസ്ഥാനം വരുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിതിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ക്രിസ്തുയേശുവിന്റെ നാമത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്.
അടുത്ത വിഷയം, ഇങ്ങനെ ചെയ്യുന്ന വിഷയങ്ങൾ, ഇങ്ങനെ ചെയ്യുന്ന അവന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഒരു വലിയൊരു ബിൽഡിങ്ങാ. ആ ബിൽഡിങ്ങിൽ ചെല്ലുമ്പോൾ അവിടെ കുറെ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു, മരത്തിന്റെയാ. അന്ന് അല്പം ഇരുട്ടോട് കൂടിയ ഒരു സ്ഥലം, വെളിച്ചം പൂർണ്ണമായിട്ടില്ലാത്തൊരു സ്ഥലത്താ. കാരണം സന്ധ്യാസമയമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ മരത്തിന്റെ ഉപകരണങ്ങൾ, കസേര, ഡെസ്ക്, മേശ, ആ, എന്ന് വേണ്ട ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. എല്ലാം എത്രയുണ്ടെന്ന് അറിയാമോ? എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ കസേരയുടെ ഒരു മൂന്നിലൊന്നുണ്ട്. ഒരു മൂന്നിലൊന്ന്. അപ്പൊ അത് നമുക്കിരിക്കാൻ പറ്റില്ല. നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെന്താ ഇങ്ങനെ? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇവിടെ നഴ്സറി സ്കൂൾ തുടങ്ങാൻ പോവാ. അവിടെ അതിനൊരു കെട്ടിടത്തിന്റെ അതിന് കൊണ്ടുവന്നിട്ടുള്ള ആ, ഇതാണ്, ഫർണിച്ചേഴ്സാണ് ഇത് മുഴുവനും. അവർക്കുള്ള മേശ. അപ്പൊ അത് ചെറിയൊരു മേശ, അതൊരു ചെറിയൊരു കസേര, അവർക്ക് ചെറിയൊരു ഡെസ്ക്, അവർക്ക് വരയ്ക്കേണ്ട കാര്യങ്ങൾ മുഴുവനും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കഷണം ഇത് വരെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സ്റ്റിക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏത് പ്രവൃത്തി നോക്കിയാലും, അപ്പോസ്തലനായ പൗലോസിന്റെ ഏത് പ്രവൃത്തി നോക്കിയാലും ഒന്നാമത്തത് കാണുന്നത്, ഞാൻ ചെയ്യുന്നത് സുവിശേഷ നിമിത്തമായിരിക്കും. അതായത് ഒരു ഗ്ലാസ് വെള്ളം തന്നെ എന്ന് പറഞ്ഞ് മേടിച്ച് അപ്പോസ്തലനായ പൗലോസ് കുടിക്കുന്നുണ്ടെങ്കിൽ, എന്തിനാ അവൻ ആ വെള്ളം കുടിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷമല്ലേ, നിലനിൽക്കണ്ടേ, ഈ സുവിശേഷം ഒന്ന് അറിയിക്കുന്നവരെയും നിലനിന്ന് പോകണം, അത്രേ ഉള്ളൂ. രണ്ടാമത്തത്, എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ, നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ കർത്താവിന്റെ സ്വഭാവമായിരിക്കണം ഏതിലും. ആ, അവിടെയാണ് അതിന്റെ വിഷയം. അവിടെ ദൈവഭക്തൻ, അതായത് സാക്ഷാൽ ദൈവസഭയിൽപ്പെട്ട ഒരു പുതിയ നിയമ വിശ്വാസി, അവൻ ഒരാള് തന്നോട് ഏതെങ്കിലും കാര്യം ചോദിച്ചു വരിക, എനിക്ക് എനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വരിക. എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ, എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടുമ്പോൾ തന്നെ ഞാൻ എനിക്ക് ഓർമ്മ വരണം. എന്തോർമ്മ വരണം? എനിക്ക് എന്തോർമ്മ വരണം? യേശുവിന്റെ അടുത്ത് ഇങ്ങനെ വന്നെങ്കിൽ എന്ത് ചെയ്യും? യേശുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തോ അതുപോലെ തന്നെ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാ. അതാ കർത്താവിന്റെ നാമത്തെ ഓർക്കണം എന്ന് പറയുന്നത്. ആ കർത്താവിന്റെ നാമത്തെ ഓർക്കണം. അല്ലാതെ വരുമ്പോഴേ തന്നെ ഒരു കൈ നീട്ടുന്നതിന്റെ അടുത്തേക്ക് കർത്താവിന്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് ഒരു 100 നോട്ട് എടുത്ത് കൊടുത്ത് പൊയ്ക്കോളാൻ പറയണ അതല്ല. അതല്ല. അത് വെറും വാഗൊണ്ട് പറയുന്ന നാമമാണ്. ഇതങ്ങനെയല്ല. നാമം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ കൂടിയാ വെളിപ്പെടണേ. ഈ നാമത്തിൽ സ്വഭാവത്തിൽ കൂടി വെളിപ്പെടണം. ഒരാൾ കൈ നീട്ടുമ്പോ യേശുവിന്റെ നേരെയാണ് ഈ കൈ നീട്ടിയിരിക്കുന്നത്. യേശുവിന്റെ നേരെ നീട്ടിയ ഈ കയ്യെ ഈ സമയത്ത് പ്രവർത്തിക്കേണ്ടത് ഞാനാ. അതുകൊണ്ട് യേശു ഈ സമയത്ത് എന്ത് ചെയ്തോ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യേണ്ടത്. അങ്ങനെ അറിഞ്ഞ് വിശ്വസിച്ച് അതിലേക്ക് ഞാൻ അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തിലാണ് ചെയ്തത്. അപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ വലിയ ബിൽഡിങ്ങിൽ, നഴ്സറി സ്കൂൾ തുടങ്ങാൻ പോകുന്ന ആ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഡെസ്ക്, ബെഞ്ച്, ആദ്യം നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ചിരി വരും, ചിരിക്കാൻ തോന്നും. കാരണം അത് അതുപോലെയാണ്. പിന്നീട് കാര്യങ്ങൾ ഗൗരവം മനസ്സിലാക്കുമ്പോൾ ഇത് മുഴുവനും ഒരു 10-50 കുട്ടികൾക്ക് ഇരിക്കാവുന്നതും അവർക്ക് പെരുമാറാവുന്നതുമായ ഡെസ്കും ബെഞ്ചും കസേരയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിലെല്ലാറ്റിലും ലക്ഷ്യം കാണുന്നു. എന്തിന്? ഒരു ലക്ഷ്യം. ഏത് ലക്ഷ്യം? കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുകയും കഴിയുകയും ചെയ്യേണ്ട സ്ഥാപനമാണത്. ഇതുപോലെ തന്നെയാണ് ഒരു ദൈവഭക്തന്റെ, അതായത് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വേർതിരിഞ്ഞ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ഒന്നാമത് അവൻ എന്ത് ചെയ്യുന്നതിലും സുവിശേഷ നിമിത്തമായിരിക്കും. രണ്ടാമത്തത്, അവൻ ലക്ഷ്യം ക്രിസ്തുയേശു അവന് പിന്തുടരുവാൻ ഒരു മാതൃക കാണിച്ചിട്ട് പോയിരിക്കുന്നു. ഏത് കാര്യത്തിലും അവന്റെ അടുക്കിലേക്ക് ഏത് കാര്യം വന്നാലും അവന് വേണ്ടി പ്രതികരിക്കാൻ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവവും ക്രിസ്തുയേശുവിന്റെ സ്വഭാവവും തന്നെ അവന്റെ ജീവിതത്തിൽ ചിന്തയായിരിക്കും. അതനുസരിച്ചിട്ട് അവൻ ചെയ്യുമ്പോൾ അവൻ കർത്താവിന്റെ നാമത്തിൽ ഇത് പൂർത്തിയാക്കും.
അവൻ കർത്താവിന്റെ നാമത്തിൽ ഇത് പൂർത്തിയാക്കും. ഈ ഭവനം പൂർത്തിയാക്കി നാളെ കർത്താവിന്റെ സന്നിധിയില് ആ ഭവനം വെളിപ്പെടുമ്പോ ഇത് മുഴുവനും ഉണ്ടോ ആ ഇത് ചെങ്കല്ലിട്ടേച്ച് ആരെങ്കിലും കരിങ്കല്ല് കൊണ്ട് പണിയോ? മേളില് ചെങ്കല്ലിട്ടിട്ട് കരിങ്കല്ല് കൊണ്ട് പണിയോ? ഇല്ല. അടിസ്ഥാന കല്ല്, അടിസ്ഥാന കല്ലിന്റെ സ്വഭാവം തന്നെ. അയ്യോ, ഈ ബിൽഡിങ്ങിന്റെ കല്ലുകൾ മുഴുവനും അടിസ്ഥാന കല്ലിലേക്ക് സകല കല്ലിന്റെയും ഭാരം ഈ അടിസ്ഥാന കല്ലിൽ വന്നിരിക്കുന്നു. എത്ര ഭംഗിയായിട്ട് ഈ കെട്ടിടം തീർന്ന് ദൈവം തന്റെ സഭയിൽ കൂടി, ക്രിസ്തുയേശുവിൽ കൂടി വെളിപ്പെട്ട ദൈവം തന്റെ സഭയിൽ കൂടി വെളിപ്പെടുന്ന ഒരു ദിവസം ഇതാ ആസന്നമായിരിക്കുക. ആ ദിവസം അറിയാം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും താൻ തന്റെ പണി നോക്കിക്കോട്ടെ. അടിസ്ഥാനം ഇടുന്നവനും മേതെ പണിയുന്നവനും പണിയപ്പെടുന്നവനും എല്ലാം നോക്കിക്കോട്ടെ. നാളെ ഇതെല്ലാം വെളിപ്പെട്ടു വരും. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടും. അന്ന് അറിയാം അടിസ്ഥാനം ഇട്ടതാര്, അല്ലാതെ പ്രവർത്തിച്ചതാര്, അടിസ്ഥാനം ഉള്ളതാര്, അടിസ്ഥാനം ഇല്ലാത്തതാര്. ഇതൊക്കെയും നാളെ കല്ലും നെല്ലും തിരിഞ്ഞ് വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസം വരികയാണ്. അന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്, എന്താണ്? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന് പണിതു വരുന്ന ഭാഗ്യം സിദ്ധിച്ചവരാണ് നാം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ആ മൂലക്കല്ല് എന്തെന്ന് മനസ്സിലാക്കി ആ മൂലക്കല്ല് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കിട്ടുവാൻ തക്കവണ്ണം, മറ്റുള്ളവർ ഹൃദയത്തിൽ അത് ഇട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ശുശ്രൂഷ നൽകുവാൻ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും കൃപ തരട്ടെ. അടിസ്ഥാനമില്ലാത്തവന് അടിസ്ഥാനം ഇടാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈ അടിസ്ഥാനമുണ്ടോ, ആ അടിസ്ഥാനത്തിന്മേലാണോ പണിത് വരുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മുട്ടുമടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ ഞങ്ങൾ ചിന്തിപ്പാനും പഠിപ്പാനും ഇടയായി തീർന്നു. കർത്താവ് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ യേശുവെ ഹൃദയത്തിൽ, കർത്താവെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവമേ, കർത്താവ് ആ പണി വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിൽ പൂർത്തിയാക്കി ഞങ്ങൾ കുറ്റമറ്റവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നത മഹത്വം വരാകട്ടെ. കർത്താവെ, നാഥ ഇന്നത് കേൾക്കുന്ന അനേകർ കർത്താവിന്റെ നാമത്തിലുള്ള ദൈവിക ശുശ്രൂഷ പ്രാപിച്ചുകൊണ്ട് അനേക ഹൃദയങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ കർത്താവ് ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇടുവാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കും. വിഷയങ്ങൾ കർത്താവ് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. കാത്തോളമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് തന്ന ആരാധനയ്ക്കായി സ്തോത്രം പ്രാർത്ഥിക്കും.